ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാര ശേഷവും പെരുന്നാളിൻ്റെ സുദിനങ്ങളിലും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ആലിംഗനം ചെയ്യുന്ന ഒരു സമ്പ്രദായം കാണാറുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ആലിംഗനം സുന്നത്തുള്ളത് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ അത് കറാഹത്താകും. യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾ യാത്ര കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് വരുന്ന ആ ആളെ ഇങ്ങനെ ആലിംഗനം ചെയ്യലും അദ്ദേഹത്തിൻ്റെ തലയിലും നെറ്റിയിലൊക്കെ ചുംബനം ചെയ്യലും അത് സുന്നത്താണ്. അതേപോലെ തന്നെ ആ ആളെ ആലിംഗനം ചെയ്യൽ, ഹഗ് ചെയ്യൽ അത് സുന്നത്താണ്. മറ്റൊന്ന്, ദീർഘനാളിന് ശേഷം, സാധാരണഗതിയിൽ കുറേ നാളുകൾ ശേഷം 2 ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ കണ്ടുമുട്ടുന്ന സമയത്ത് ചുംബനം നൽകലും ആലിംഗനം ചെയ്യലും സുന്നത്താക്കപ്പെടും. അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ ആലിംഗനം ചെയ്യലൊക്കെ അത് കറാഹത്തായിട്ടാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിലെ പ്രമുഖ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിന് വ്യാഖ്യാനം എഴുതിയ അബ്ദുൽ ഹമീദ് ഷർവാനി മഹാനവറുകൾ തന്നെ അത് പറയുന്നുണ്ട്. തുക്റഹുൽ മുആനഖത്തു വ തക്ബീൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ആലിംഗനം ചെയ്യൽ കറാഹത്താണ്. ഈ 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് ആലിംഗനം സുന്നത്തുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പെരുന്നാളിന് ശേഷം പെരുന്നാൾ സുദിനങ്ങളിലും നിസ്കാര ശേഷമൊക്കെ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ അത് ഈ ഒരു നിബന്ധന ഒത്തിട്ടാണെങ്കിൽ അത് സുന്നത്താകും, അല്ല എങ്കിൽ അത് കറാഹത്താകും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ മുസാഫഹത്ത് ചെയ്യൽ അത് സുന്നത്താണ്. അത് ഏത് സമയത്തും ആണും പെണ്ണും തമ്മിൽ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. അമ്പ്രതീങ്ങൾ, സുമുഖനായ കണം ഭംഗിയുള്ള ആണും താടി മീശ മുളക്കാത്ത ആൺകുട്ടികളുമായിട്ട് മുസാഫഹത്ത് ചെയ്യൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാതെ പുരുഷന്മാർ തമ്മിലും സ്ത്രീകൾ തമ്മിലും പരസ്പരം സ്ത്രീകൾ തമ്മിലും മുസാഫഹത്ത് ചെയ്യൽ അത് സുന്നത്താണ്. അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിൽ മുസാഫഹത്ത് ചെയ്യൽ, അത് ഹസ്തദാനം ചെയ്യൽ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തെറ്റായ സംഗതിയാണ്. അപ്പോൾ ഈ ഹസ്തദാനം ചെയ്യുക എന്നുള്ളത്, മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് അത് ഏത് സമയത്തും മുസ്ലിമിന് സുന്നത്താണ്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.